ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. വൈകിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരുമോ? ബിരിയാണി പായസം. ഓക്കെ. താങ്ക് യു. ചിക്കൻ കഴുകിയിട്ടുണ്ട്. ഇത് എങ്ങനെ ചേരണ്ടത്? ഈ രീതിയിൽ തേങ്ങ ഇടുന്നത് ആദ്യത്തെ വ്യക്തിയായിട്ടായിരിക്കും. വെള്ളം ഒഴിച്ച് ഞെരടി. എന്നും ഇങ്ങനെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ എനിക്ക് പണിയെടുക്കണ്ടായിരുന്നു അല്ലേ? രണ്ടാം പാല് ഒഴി. ശർക്കര ഉരുക്കിയെടുത്തേക്കാം. ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ കല്ലോ എന്തെങ്കിലും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. എന്താ ശർക്കര? പൊടിയായിട്ട് കിട്ടിയതാണ്. ഇനി അതുപോലെ മണ്ണുണ്ടെങ്കിൽ പായസത്തിൽ കടിക്കണ്ടല്ലോ. നല്ല മധുരം ഇരിക്കട്ടെ. ഇത്ര മധുരം മതിയോ? ഇത്ര മധുരം മതിയോ? ഇളക്കിക്കൊണ്ടില്ലെങ്കിൽ പതഞ്ഞ് പുറത്തു. മറ്റേ കാർമേഘം ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം. രാത്രി പെയ്യുമായിരിക്കും. ചൂടാണ് രക്ഷയില്ലാത്ത. പായസം ഒരുന്നതിന് ഒന്നുകൂടെ നിന്ന് ഒരുവെന്ന് തോന്നും. മെയിൻ സാധനം പഴം പ്രധാന പഴം. ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കണേ? ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോ? അത് നിന്റെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ്. വിഷമൊന്നും ചേർക്കാത്ത ഏലക്ക. അല്ലാതെ പൊടിക്കുമ്പോ ആണ് മിക്സിയിൽ പൊടിഞ്ഞു കിട്ടാൻ പാടാ. കുറച്ചേ ഉള്ളൂ, അത് പൊടിഞ്ഞു കിട്ടാൻ പാടായിരിക്കും. അതിന്റെ കൂടെ കുറച്ച് ജീരകം കൂടെ ഇട്ട് പൊടിച്ചെടുക്കാം. പഴം പഴം നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. രണ്ടാം പാലം കഴിക്കാം. അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പായസം പോലെ ഒരുപാട് കഴിക്കും. നോക്കുന്നുണ്ടാകുമല്ലേ? ഞാൻ വീട്ടിലടക്കണേ കൊണ്ട് ഇപ്പൊ ഏലക്കയും ചുക്കും പൊടിച്ചതും കൂടെ ഇടാം. അത് ഏലക്കയും ജീരകമായിരുന്നു. സോറി, മാറിപ്പോയതാ. ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചിട്ട് ഇനിയിപ്പോ കുറച്ച് ചുക്കും കൂടെ ഇടാം. ഒരുപാട് സമയമൊന്നും വേണ്ടത്. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടി. നമ്മളായിട്ട് റെഡിയായി ബർത്ത്ഡേ പായസം. വീണ്ടും ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കുറച്ച് ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അവസാനം മാത്രം. ഇനി ഇത് അവിടെ ഇരുന്ന് മസിൽ പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറക്കാനുള്ള. ചിക്കൻ ഓരോന്നായിട്ട് ഇടാം. ഏകദേശം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാൻ നേരത്തും വേവിച്ചെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കാം. ഇനി അരി കുറച്ച് നേരം വെള്ളത്തിൽ ഇടണം. ഒരു 10 മിനിറ്റ് ഇട്ടാൽ മതി.
ചിക്കൻ വറുത്ത പാത്രത്തിൽ തന്നെ നമുക്ക് മറ്റേ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം അരച്ചു വെച്ച പേസ്റ്റ് ഇപ്പം ചേർക്കാം. ഇനിയിപ്പോൾ സവോള ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. തക്കാളി ഇടാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിരിക്കുക. ബിരിയാണിക്ക് പുഴുങ്ങിയ മുട്ടയും കൂടെ. ഇനി കുറച്ച് ബിരിയാണി മസാല, കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ചിക്കൻ ഇതിനകത്തേക്ക് ചേർക്കാം. നല്ലപോലെ ഇളക്കി മസാല. ചിക്കൻ റെഡി. നെയ്യ് ഒഴിച്ചു. ഇനിയിപ്പോൾ അടുത്ത മസാല എല്ലാം കൂടെ ഇടാം. എപ്പോഴും പണി കിട്ടുന്നില്ല, റൈസ് കുഴഞ്ഞു വരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ല. ഇപ്പം ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് വെക്കുക. ഇതിപ്പോൾ നല്ല രീതിയിൽ തിള വന്നു. ഇനിയിപ്പോൾ അത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് വെക്കുക. തൈര്, ബിരിയാണി ഉപയോഗിക്കാം. കുറച്ച് റൈസ്, ഇനി മൊത്തം റൈസ്. ബിരിയാണി റെഡി.